ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 200 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, അരക്കപ്പ് കട്ടത്തൈര്, കടുക് വറക്കാൻ വേണ്ടി ജീരകം, കടുക്, ചുമന്നുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, ഇത്ര സാധനം കടുക് വറക്കാൻ വേണ്ടി. 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തേങ്ങാപ്പീര. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. നമുക്ക് മത്തങ്ങ കറി തയ്യാറാക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റൊക്കെ കാണും. വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് കടുകും ജീരകവും കൂടെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. കടുകും ജീരകവും പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളിയും ഉണക്കമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അധികം കരിഞ്ഞു പോകേണ്ട, ഫ്ലെയിം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മത്തങ്ങ വേകാനുള്ള. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മത്തങ്ങ വേകാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെന്ത് ഉടഞ്ഞു പോകേണ്ട മത്തങ്ങ, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചു 2 മിനിറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് മത്തങ്ങ വെന്തോന്ന് നോക്കാം. മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് കട്ടത്തൈര് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മത്തങ്ങ കറിയാണിത്. ചോറുണ്ണാൻ നല്ല കറിയാണ്. മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. കട്ടത്തൈര് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്ര മതി. നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കാണും. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മത്തങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ മത്തങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇത്. വേറെ ഒരു കറിയും വേണ്ട. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറുണ്ണാൻ. സ്വാദിഷ്ടമായ മത്തങ്ങക്കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.